ക്ലാസ് 7 കേരള ആനുവൽ എക്സാം 2025 മലയാളം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. കേരള പാഠാവലി. ഒന്നാമത്തെ പ്രവർത്തനം പുഷ്പാർച്ചന. മഴ മാറി മാനം തെളിഞ്ഞു വന്നു, മഴമേഘമെങ്ങോ മറിഞ്ഞു നിന്നു, കുന്നലനാടിൻ്റെ പുഷ്പകാലം ചിങ്ങത്തിൻ തേരിലിറങ്ങി മന്ദം, ഓർമ്മ വച്ചന്നു തൊട്ടോമനിക്കും ഓണമഹോത്സവ കാലമായി, അത്തം പുലർന്നു കിടങ്ങളെല്ലാം ചിത്രശലഭമായി പൂക്കൾ തേടി, ഓരോ സുമത്തിലും ഉമ്മ വയ്ക്കും ഓണപ്പറവയെ പിന്തുടർന്ന്, മനമരുത്ത് മണം പകർന്ന് മണ്ണിൻ്റെ മക്കളത് ആസ്വദിച്ചു. തൂവെള്ളത്താരുകൾ ചൂടി നിന്ന് തുമ്പക്കുടത്തിൻ മുഖത്തു നോക്കി പൊന്നിൻ്റെ കമ്മലണിഞ്ഞു നിന്ന മഞ്ഞമുക്കുറ്റികൾ കണ്ണുരുക്കി. മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയതാണിത്. ഒന്നാമത്തെ ചോദ്യം, കുട്ടികൾ പൂക്കൾ തേടി അലഞ്ഞത് എങ്ങനെയെന്നാണ് കവി പറയുന്നത്? ചിത്രശലഭത്തെ പോലെ. രണ്ടാമത്തെ, പൊന്നിൻ കമ്മലണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? മുക്കുറ്റി. മൂന്നാമത്തെ, താഴെ കൊടുത്തവയിൽ ഓണം മഹോത്സവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ബന്ധമില്ലാത്തത് അപ്പോൾ ആ കവിതയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, മഴമേഘം മാറിയതാണ്. അപ്പോൾ മഴമേഘങ്ങൾ നിറഞ്ഞ ആകാശം, അതാണ് ഇതിൽ ബന്ധമില്ലാത്തത്. ഇനി നാലാമത്തെ, മഞ്ഞമുക്കുറ്റികൾ ആരെ നോക്കിയാണ് കണ്ണിറുക്കിയത്? തുമ്പപ്പൂവിന്. പ്രകൃതിയുടെ ഏതു ഭാവത്തെയാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? സന്തോഷമാണ്. രണ്ടാമത്തെ പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ്. മൊബൈൽ ടവർ. ഉണ്ടായിരുന്നൊരു അടക്കാക്കുന്ന് ലോറിയിലേറിയപ്പോൾ ഉണ്ണാതിരുന്നു, കരഞ്ഞിരുന്നു, നേരം ഒരുപാട് പോയിരുന്നു. ഇന്നു പുലർച്ചെ ഒരത്ഭുതം, ഞാൻ എഴുന്നേറ്റ് വിളിച്ചു കൂവി, കണ്ടു ദൂരെ ഒരു അസ്ഥികൂടം, എന്നിട്ടും ആരും ചെവി തന്നില്ല. എങ്ങനെ വന്നു മുളച്ചു പൊന്തി, ഉത്തരം തേടി അലഞ്ഞു ഞാൻ. തോന്നലൊരെണ്ണം തികട്ടി വന്നു അടക്കാക്കുന്നിൻ്റെ അസ്ഥികൂടം. പാവം, ഇതാരു കടിച്ചു തിന്നു, എല്ലുകൾ മാത്രം തിരികെ വെച്ചു, വേറൊന്നും കാണാനില്ല, സങ്കടം തീരുന്നില്ലെൻ്റെ മാത്രം. വിമീഷ് മണിയൂർ എഴുതിയതാണിത്. വിമീഷ് മണിയൂർ. കവിത വായിച്ചില്ലേ? കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആത്മകഥ. ആൻസർ ആത്മകഥ. ഇനി ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആദ്യമേ തന്നെ മൊബൈൽ ടവർ കവിത ആസ്വാദനം. വിമീഷ് മണിയൂർ ആരാണ് എഴുതിയെന്ന് നോക്കുക. വിമീഷ് മണിയൂർ രചിച്ച മൊബൈൽ ടവർ എന്ന കവിത ആധുനിക ലോകത്തെയും പരിസ്ഥിതി മാറ്റങ്ങളെയും വളരെ ലളിതമായി എന്നാൽ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. ഒരു കൊച്ചു ബാലൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കവി ഇതിലെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി പ്രമേയവും ആശയവും നമുക്കിഷ്ടമുള്ള പോലെ എഴുതാട്ടോ ആസ്വാദനക്കുറിപ്പ്. ആദ്യം തന്നെ ആരാണ് എഴുതിയെന്ന് എഴുതുക, ഏത് കവിതയിൽ നിന്ന് എഴുതുക, പിന്നെ അതിൻ്റെ ആശയം. ഒരു കാലത്ത് പ്രകൃതിയുടെ ഭാഗമായിരുന്ന മരങ്ങളും പറവകളും നിറഞ്ഞ ഇടങ്ങൾ ഇന്ന് കോൺക്രീറ്റ് കാടുകളായി മാറുന്ന കാഴ്ചയാണ് കവിതയുടെ കാതൽ. ഒരു മരത്തിൻ്റെ സ്ഥാനത്ത് പെട്ടെന്ന് മുളച്ചു പൊന്തിയ മൊബൈൽ ടവർ എന്ന പ്രതിഭാസത്തെ ബാലൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. അടയ്ക്കാമരത്തിൻ്റെ നഷ്ടം. പണ്ട് അവിടെ ഉണ്ടായിരുന്ന അടയ്ക്കാമരം ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ടു പോയതിലെ സങ്കടം കവിതയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അസ്ഥികൂടം എന്ന പ്രതീകം മരത്തിന് പകരമായി വന്ന മൊബൈൽ ടവറിനെ ഒരു അസ്ഥികൂടം എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. ജീവനുള്ള മരത്തിന് പകരം ജീവനില്ലാത്ത ലോഹക്കൂട് വന്നത് പരിസ്ഥിതിക്ക് സംഭവിച്ച നാശത്തെ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി നാശം. മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ പക്ഷികൾക്ക് കൂടുകൂട്ടാൻ ഇടമില്ലാതാകുന്നു, ആരും ചെവി തന്നില്ല എന്ന പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ച് മുതിർന്നവർ കാണിക്കുന്ന അനാസ്ഥയും കവി തുറന്നു കാട്ടുന്നു. ഇനി ഭാഷയും ശൈലിയും. വളരെ ലളിതമായ മലയാളത്തിലാണ് കവിത രചിക്കപ്പെട്ടിരിക്കുന്നത്. മുളച്ചു പൊന്തിയ ഉത്തരം, കടിച്ചു തിന്നു, എല്ലുകൾ മാത്രം തിരികെ വെച്ചു തുടങ്ങിയ പ്രയോഗങ്ങൾ വായനക്കാരൻ്റെ ഉള്ളിൽ ശക്തമായ ചിത്രം നൽകുന്നു. മൊബൈൽ ടവറിനെ ഒരു ഭീകരജീവിയായും അതിൻ്റെ ലോഹഭാഗങ്ങളെ അസ്ഥികളായും ഉപമിച്ചത് കവിതയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ അവൻ്റെ വേരുകൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന വലിയൊരു സന്ദേശം ഈ ചെറിയൊരു കവിത നൽകുന്നു. ഇനി മൂന്നാമത്തെ പ്രവർത്തനം കഥാപാത്ര നിരൂപണം. ഓട്ടത്തിൽ 3-ാം സ്ഥാനത്താണവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി. പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠത്തിൽ ഓട്ടമത്സരത്തിൽ ഒന്നാമതായിട്ടും ദുഃഖിതനായിരുന്ന അലിയെ പരിചയപ്പെട്ടല്ലോ. കഥയിലെ അലിയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ബി ക്വസ്റ്റ്യൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏതു മേഖലയിലാണ് പ്രശസ്തനായത്? ചിത്രകാരൻ. ഇനി ഈ അലിയുടെ കഥാപാത്ര നിരൂപണം. ഈ ചിത്രം ആൻസർ ഇതാണ്. ഈ ചിത്രം ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമയിലെ അലി എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ്. ചിത്രത്തിലെ വരികളുടെ ലളിതമായ സംഗ്രഹം ഇങ്ങനെ കൊടുക്കാം. അലി
തൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് 3ാം സമ്മാനമായ ഒരു ജോഡി ഷൂസ് നേടാനാണ് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തത്. എന്നാൽ ഓട്ടത്തിനിടയിൽ അപ്രതീക്ഷിതമായി അവൻ 1ാം സ്ഥാനത്തെത്തി. 1ാം സ്ഥാനം ലഭിച്ചതിനാൽ അവന് ആഗ്രഹിച്ച ഷൂസ് സമ്മാനമായി കിട്ടിയില്ല. ഇത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. അലിയുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ സഹോദര സ്നേഹം. തൻ്റെ ഷൂസ് നഷ്ടപ്പെട്ട സഹോദരിയുടെ സങ്കടം മനസ്സിലാക്കി അവൾക്ക് പുതിയൊരെണ്ണം നേടിക്കൊടുക്കാൻ അവൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. തൻ്റെ വിഷമങ്ങൾക്കിടയിലും സഹോദരിയെ സമാധാനിപ്പിക്കാൻ അവൻ മറക്കുന്നില്ല. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം. പിതാവിൻ്റെ ദാരിദ്ര്യം അറിഞ്ഞു ജീവിക്കുന്ന കുട്ടിയാണ് അലി. കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു കൊച്ചു ബാലൻ. നന്മയും കാരുണ്യവും. നഷ്ടപ്പാടുകൾക്കിടയിലും മറ്റുള്ളവരോട് കരുണയും സ്നേഹവും കാണിക്കാൻ അവൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന വിശേഷണം അലിക്ക് തികച്ചും അനുയോജ്യമാണ്. ചുരുക്കത്തിൽ, പ്രതിസന്ധികളിൽ തളരാതെ സ്നേഹത്തിനും നന്മയ്ക്കും വില നൽകുന്ന ഒരു മാതൃകാപരമായ കഥാപാത്രമാണ് അലി. 4ാമത്തെ പ്രവർത്തനം പോസ്റ്റർ. കുട്ടികളുടെ സർഗ്ഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല നിങ്ങളുടെ വിദ്യാലയത്തിൽ ജനുവരി 28 രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. ഉദ്ഘാടനം ബെന്യാമൻ, പ്രശസ്ത സാഹിത്യകാരൻ. ശില്പശാല നയിക്കുന്നത് നന്ദിനി കവയിത്രി. ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളൊരു A4 ഷീറ്റ് മുഴുവനായിട്ട് എടുക്കുക. എന്നിട്ട് അതിന് ഹെഡിങ് കൊടുക്കുക, ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല പോസ്റ്റർ. അക്ഷരങ്ങൾ, പിന്നെ നമ്മുടെ ആശയങ്ങൾ എഴുതുക. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. കുട്ടികളുടെ സർഗ്ഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല. ഉദ്ഘാടനം ബെന്യാമനാണ്, പ്രശസ്ത സാഹിത്യകാരൻ. പിന്നെ ശില്പശാല നയിക്കുന്നത് നന്ദിനി കവയിത്രി. അത് തന്നേക്കുന്നതൊക്കെ എഴുതാം. അതിൻ്റെ ഡേറ്റ്, തീയതി ജനുവരി 28, ഏതെങ്കിലും സമയം രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. എല്ലാ കൂട്ടുകാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഘാടകർ വിദ്യാരംഗം കലാസാഹിത്യവേദി. എന്നിട്ട് 4 വശവും ഈ ബോർഡർ കൊടുത്ത് ഭംഗിയായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. 5ാമത്തെ പ്രവർത്തനം വിശകലനക്കുറിപ്പാണ്. മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മയെ കണ്ടില്ലേ? കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ആശയം പരിചയപ്പെട്ടല്ലോ. വർത്തമാനകാലത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ. ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? മൊബൈൽ ഫോൺ ഉപയോഗം വശങ്ങളും. മൊബൈൽ ഫോണില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇതിൻ്റെ ഉപയോഗത്തിൽ ഗുണത്തോടൊപ്പം തന്നെ ഗുരുതരമായ ദോഷവശങ്ങളുമുണ്ട്. ഒന്ന്, ബന്ധങ്ങളിലെ അകൽച്ച. ചിത്രത്തിൽ കാണുന്നത് പോലെ കുഞ്ഞിന് ഭക്ഷണം നൽകുമ്പോൾ പോലും അമ്മയുടെ ശ്രദ്ധ പൂർണ്ണമായും മൊബൈൽ ഫോണിലാണ്. ഇത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള വൈകാരിക ബന്ധം കുറയാൻ കാരണമാകുന്നു. ഡിജിറ്റൽ അഡിക്ഷൻ. ഓരോ നിമിഷവും ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ലഹരിയായി മാറുന്നു. ഇത് വ്യക്തികളുടെ ശ്രദ്ധയും ഏകാഗ്രതയും നഷ്ടപ്പെടുത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ. അമിതമായ ഫോൺ ഉപയോഗം കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ബാധിക്കുകയും ഉറക്കമില്ലായ്മ, കഴുത്തുവേദന തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആശയവിനിമയത്തിൻ്റെ വേഗത. അറിവുകൾ നേടാനും ദൂരെയുള്ളവരുമായി സംസാരിക്കാനും മൊബൈൽ ഫോൺ സഹായിക്കുന്നു ഇതിൻ്റെ ഒരു നല്ല വശമാണ്. ചുരുക്കത്തിൽ, സാങ്കേതിക വിദ്യയെ ജീവിതം എളുപ്പമാക്കാൻ ഉപയോഗിക്കണം. എന്നാൽ അത് നമ്മുടെ ബന്ധങ്ങളെയും ആരോഗ്യത്തെയും ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. 6ാമത്തെ പ്രവർത്തനം ജീവചരിത്രക്കുറിപ്പാണ്. കുറേ ഹിൻഡ് തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ ആരാണെന്ന് നോക്കാം. ഇത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഒന്നെന്ന് എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ MT വാസുദേവൻ നായർ. നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ഈ തന്നതനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരുടെ ജനനം 1933 ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ ഗ്രാമത്തിലാണ്. കണ്ട, അപ്പോൾ 1, 2 തീയതിയുണ്ടല്ലേ. പിന്നെ 3ാമത്തെ, അദ്ദേഹം പ്രസിദ്ധനായ അദ്ദേഹം നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ, നാടകകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അത് നമ്മളൊരു പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ. ഇനി MTയുടെ പ്രധാന രചനകൾ ഇവയാണ്. ഏതൊക്കെയാണ്? നാലുകെട്ട്, രണ്ടാം ഊഴം, മഞ്ഞ്, കാലം, അസുരവിത്ത് ഇവയാണ്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഇവയാണ്: പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം. പിന്നെ മരണം എന്ന് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അദ്ദേഹം
2024 ഡിസംബർ 25 കോഴിക്കോട് വെച്ച് അന്തരിച്ചു. അങ്ങനെയാണ് ജീവചരിത്ര കുറിപ്പ് എഴുതേണ്ടത്. എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ക്ലാസ് 7 കേരള എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്.